കേരളത്തിൻ്റെ മധുസൗഹാർദ്ദത്തിൻ്റെയും തൊഴിലിടങ്ങളിലെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി വാഴ്ത്തപ്പെട്ട ഒരു കാര്യമായിരുന്നു നടൻ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിച്ചത്. അസുഖബാധിതനായി വിശ്രമത്തിലായ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് മോഹൻലാൽ വഴിപാടായി നടത്തിയത്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആഘോഷപ്പെട്ടിരുന്നു. മുൻ മന്ത്രിയും MLAയുമായ കൈഡി ജനാൽ ഈ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇതാണ് കേരളം, ഇങ്ങനെയാവണം നമ്മുടെ രാജ്യം. മോഹൻലാലിന് ഹൃദയത്തിൽ തൊട്ട അഭിനന്ദനങ്ങൾ. മമ്മൂക്ക ഇനി ഒരുപാട് കാലം സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ. മലയാളത്തിലെ എക്കാലത്തെയും 2 സംഭവങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇരുവരെയും അഭിനയ സിദ്ധികൾ വ്യത്യസ്തമാണ്. തുലനം ചെയ്യുവാൻ പറ്റാത്ത അത്ര വ്യത്യാസമാണ് രണ്ടുപേരുടെയും അഭിനയ നൈപുണ്യം. മോഹൻലാൽ മമ്മൂക്ക, മമ്മൂട്ടി മോഹൻലാൽ ഭീഷണിയല്ല. രണ്ടുപേരും അഭിനയം കല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭകളാണ്. മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ചതിൻ്റെ ഗുണം കിട്ടിയത് നാടക ലോകത്തിനാണ്. ഒരേ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവർ മാതൃകയാവണം. മോഹൻലാലിനും മമ്മൂട്ടിക്കും 1000 നന്മകൾ പ്രാർത്ഥിക്കുന്നു. KT ജലീലിൻ്റെ ഈ പോസ്റ്റ് വളരെ സ്വീകാര്യത കിട്ടി. എന്നാൽ മാധ്യമ ദിനപത്രത്തിൽ മുൻ അസോസിയേറ്റ് എഡിറ്ററും എഴുത്തുകാരനും പ്രഭാഷകനും O. അബ്ദുൾ വഴിപാടിനെ നിശിതമായി വിമർശിച്ചാണ് രംഗത്ത് എത്തിയത്. അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ഈ ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിക്ക് സമ്മതത്തോടെയാണ് ഈ വഴിപാട് നടത്തിയെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണം എന്നും അബ്ദുൾ പറയുന്നു. ശബരിമലയിലെ വഴിപാട് വിഷയത്തിൽ നേരത്തെ പ്രതികരണവുമായി മോഹൻലാൽ രംഗത്ത് എത്തിയിരുന്നു. മമ്മൂട്ടി തൻ്റെ സഹോദരനും വളരെ അടുത്ത സുഹൃത്തുമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ്. താൻ കഴിപ്പിച്ച വഴിപാടിൻ്റെ രസീത് ദേവസ്വം ബോർഡിൽ ആരോ ലീക്ക് ചെയ്തതാണെന്ന് മോഹൻലാൽ പറഞ്ഞു. മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന്, അതിനാലാണ് മോഹൻലാൽ വഴിപാട് കഴിച്ചതെന്നും താരം പറഞ്ഞു. എന്നാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി. മോഹൻലാലിൻ്റെ സുഹൃത്ത് K. മാധവനും ഒപ്പം ശബരിമലയിൽ എത്തിയത്. മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന സിനിമ മാർച്ച് 27 റിലീസിനൊരുങ്ങുകയാണ്. ഇത് മുന്നോടിയായിട്ടാണ് കൂടിയാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയത്.